ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ലോങ് വീഡിയോയിൽ ഫസ്റ്റാണ് ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്ത് ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ബാലി എന്ന സ്ഥലത്തേക്കാണ്. എൻ്റെയും ചേച്ചൻ്റെയും ഫസ്റ്റ് ട്രിപ്പാണ് ബാലിയിലേക്കുള്ളത്. സോ ടുഗെദർ പോകുകയാണ്. സോ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഒരു ചെറിയ ട്രിപ്പിലേക്ക് റെഡി ആയിക്കോളും. ഞങ്ങൾ ദുബായിലെത്തിയിട്ട് 2 ദിവസമായി. 2 ദിവസം കഴിഞ്ഞ് ഫുൾ പാക്കൊക്കെ ചെയ്ത് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ബാലിയിലേക്ക് പോകാനായിട്ട് പ്രിപ്പയറായിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നത്. സോ ടെർമിനൽ 1ലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. ഞങ്ങൾ 2 പേരും ടെർമിനൽ 1ൽ ആദ്യമായിട്ടാണ് പോകുന്നത്. സോ ബാക്കി വിശേഷങ്ങളെല്ലാം ചെക്ക് ഇൻ കഴിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം. ടെർമിനൽ 1ൽ കൂടുതൽ കണക്ഷൻ ഫ്ലൈറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടെർമിനൽ 1, ടെർമിനൽ 3 പോലെ തന്നെ മെട്രോ കയറിയായിരുന്നു ഫ്ലൈറ്റിനടുത്തേക്ക് പോവേണ്ടിയിരുന്നത്. ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫ്ലൈറ്റിനടുത്തേക്ക് പോവുകയാണ്. സോ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാൻ പോകുന്നു. നല്ല വിശക്കുന്നുണ്ട്. സോ ഞങ്ങൾക്ക് സ്റ്റാർബക്സിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. എയർലൈൻസിൽ കയറി. അവിടെ നിന്നും അടിപൊളി ഫുഡ് ആണ് കിട്ടിയത്. പിന്നെ എടുത്തു പറയാനുള്ളത് ഈ കാണുന്ന സീ വ്യൂ ആണ്. വളരെ മനോഹരമാണ് നമുക്ക് നേരിട്ട് കാണുന്ന സമയത്ത് ഈ സീ വ്യൂ. കാരണം ഒന്നാമത് ഇത് പോർട്ടിനടുത്തായിട്ടാണ്. സോ ലാൻഡിങ് ടൈമിൽ ഈ പറയുന്ന വ്യൂ അടിപൊളിയാണ്. ഞങ്ങളങ്ങനെ സിംഗപ്പൂർ അറൈവൽ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരു 1.5 hour ലേ ഓവർ ഉണ്ട്. ദെൻ അതിന് ശേഷമായിരിക്കും നമ്മൾ നേരെ പോകുന്നത് ബാലിയിലേക്ക്. ഓക്കെ, ഞങ്ങൾക്ക് ദുബായ് ടു സിംഗപ്പൂർ തന്നെ ഒരു 7.5 hour നമുക്ക് ടൈം എടുത്തു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിംഗപ്പൂർ എയർപോർട്ട് കണ്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു എയർപോർട്ടാണ് ആക്ച്വലി ഈ സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത്. നമുക്കിതിൽ ഇപ്പം തന്നെ കണ്ടില്ലേ, നിറയെ ഫിഷും അക്വേറിയം തന്നെ നല്ല രസമായിട്ടാണ് അവർ വെച്ചേക്കുന്നത്. വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എയർപോർട്ടാണ്. ഈ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ എയർപോർട്ട് എന്ന് തന്നെ ഇതിനെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ചേച്ചിൻ്റെ കയ്യിൽ എൻ്റെ ബാഗും കൊടുത്തിട്ട് കുറേ പിക്ചേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തുരുതുരാ ഓടുകയായിരുന്നു എയർപോർട്ടിലൂടെ. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇവിടുത്തെ കുറച്ച് എന്താ പറയുക, കുറച്ച് നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ, എയർപോർട്ടിൽ പോകുന്ന കുറച്ച് ഭംഗിയുള്ള കാര്യങ്ങൾ ഞാൻ അത് ക്യാപ്ചർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോഴേക്ക് സമയം കുറച്ചുകൂടി വൈകിപ്പോയി. പിന്നെ ഞങ്ങൾ നേരെ അടുത്ത ഫ്ലൈറ്റിലേക്ക് ഓടിപ്പോവുകയായിരുന്നു ചെയ്യുന്നത്. ഇവിടെ മറ്റൊന്നുള്ളത് ഒരു വാട്ടർഫോളാണ് എയർപോർട്ടിനുള്ളിൽ തന്നെ. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പോകാനുള്ളൊരു ടൈം കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്തു, ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് ഓടി. അതിനു മുമ്പ് ചേച്ചിന് വേണ്ടിയിട്ട് അവിടുത്തെ ഫാർമസിയിൽ നിന്ന് ഒരു നോസ്പ്രേ ഒക്കെ വാങ്ങേണ്ടി വന്നു. കാരണം പുള്ളിക്കാരന് ഭയങ്കര മൂക്കടപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഓട്ടപ്പാച്ചിലിൽ നമ്മൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് വണ്ടി കയറിയത്.
എനിക്ക് എല്ലായ്പ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താണെന്നറിയോ, ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള വ്യൂ എടുക്കുക എന്നുള്ളതാണ്. അത് പതിയെ സ്ലോലി ഫ്ലൈറ്റ് പോയതിന് ശേഷം ഇങ്ങനെ ഒരു സ്പീഡ് ലെവലൊക്കെ ചേഞ്ച് ചെയ്ത് മുകളിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര രസമാണ് എനിക്ക് എൻ്റെ കണ്ണിൽ കാണാനായിട്ട്. സോ എപ്പോഴും അങ്ങനെ ഒരു വീഡിയോ എപ്പോഴും എൻ്റെ ഫോണിൽ എടുത്ത് വെക്കും. സോ ഇപ്രാവശ്യവും ഞാനത് ഒട്ടും കുറച്ചില്ല, ഞാൻ ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ഡെൻപസർ എന്ന് പറയുന്ന എയർപോർട്ടിലേക്ക് വന്നെത്തി. 2.5 മണിക്കൂറിന് ശേഷം സിംഗപ്പൂർ ടു ബാലി. ചെന്നിറങ്ങുമ്പോൾ തന്നെ അവരുടെ കൾച്ചറൽ സ്റ്റാച്ചു ഒക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടാണ് കംപ്ലീറ്റ്ലി അവിടെ വെച്ചേക്കുന്നത്. ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിറയെ ഈ കൾച്ചറൽ ഫോട്ടോസും അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ സ്റ്റാച്യൂസും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. മൊത്തത്തിൽ നമുക്ക് മനസ്സിലായത് നമ്മുടെ ടെമ്പിൾ പോലെയാണ് നമുക്ക് മൊത്തത്തിലൊരു ഫീൽ കിട്ടിയത്. ഒരു ഹിന്ദുയിസം നിറഞ്ഞു നിൽക്കുന്ന ഒരു എയർപോർട്ട് തന്നെ ആയിരുന്നു ഇവിടെ. മൊത്തത്തിലൊരു അഗർബത്തി മണമൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഏകദേശം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടിയൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കേരളം പോലെ തന്നെയാണ് ഞങ്ങൾക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാറിൽ കയറി. ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളത് ഏക്കാ ചേട്ടൻ എന്ന് പറയുന്നൊരു ചേട്ടനാണ്. ചേട്ടനെ നമ്മൾ സ്പൾബർ എന്നാണ് വിളിക്കുന്നത്. ചേട്ടൻ ഞങ്ങളുടെ യാത്രയെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതുപോലെ ദുബായ് എന്ന എമിറേറ്റ്സിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. അവരുടെ കണ്ണിൽ ദുബായ് എന്ന് പറയുന്ന ഒരു എമിറേറ്റ്സ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതുപോലെ അവരുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ കാശുള്ള ആൾക്കാരാണ്, ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് ക്യാഷുണ്ട്, ആ ഒരു തോട്ടിലുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ബാലിയിലെ ആൾക്കാർ. അവരുടെ ലാംഗ്വേജ് ബാലിനീസാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നേരെ പോകുന്നത് ഉബുദിലേക്കാണ്. ഡെൻപസർ എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ഉബുദിലേക്ക് ഏകദേശം 40 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇവർ പറയുന്നത് 2 മണിക്കൂർ കൊണ്ട് എത്താമെന്നാണ് പറയുന്നത്. പക്ഷേ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ ഏകദേശം 3 മണിക്കൂർ വരെ എടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പുള്ളി ഞങ്ങളുടെ ഐറ്റിനറി കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു, ഡിസ്കസ് ചെയ്തു. ഇന്ന് ഞങ്ങൾ നേരെ പോയിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. റെസ്റ്റ് എടുത്തതിന് ശേഷം നാളെ മുതൽക്കാണ് നമ്മളുടെ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിനിപ്പോൾ റെസ്റ്റാണ്, കാരണം 10 അവേഴ്സിൻ്റെ യാത്രയുണ്ടായിരുന്നു. യാത്ര കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നേരെ പോകുന്നത് ദേസ വിസേസ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഹോട്ടലിലാണ്, 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടേക്ക് പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു. നാളെ മോർണിംഗിൽ ഒരു 11 o'clock ഒക്കെ ആകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും. ഇവിടെ വഴിയിലെല്ലാം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ മഹാഭാരതത്തിൻ്റെ ഓരോ സിറ്റുവേഷൻസ് എല്ലാം സ്കൾപ്ചർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാം സേതുവിൻ്റെയൊക്കെ ഈ ലങ്കയിലേക്ക് ഹനുമാൻ കല്ലും കൊണ്ടുപോകുന്ന ഓരോരോ ഡിസൈൻ ചെയ്തിട്ട് സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഹിന്ദുയിസം നിറഞ്ഞു നിൽക്കുമായിരുന്നു ഞങ്ങളുടെ വഴിയോരങ്ങൾ കംപ്ലീറ്റ്. അപ്പോൾ ഞങ്ങൾ എക്കാച്ചേട്ടനോട് ചോദിച്ചായിരുന്നു, ഇവിടുത്തെ റിലീജിയൻ എന്ന് പറയുന്നത് ആകെയുള്ളത് ഹിന്ദുസം മാത്രമാണോ എന്ന് ചോദിച്ചു. പക്ഷേ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഏകദേശം 90% ഹിന്ദുസാണ് അവിടെ ഉള്ളത്. പക്ഷേ ബാക്കി റിലീജിയനൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തന്നത്. നമ്മുടെ നാട് പോലെ അവിടെ ആക്റ്റീവ, സ്കൂട്ടി, കൈനറ്റിക്, വെസ്പ അങ്ങനത്തെ ഉള്ള സ്കൂട്ടറുകളൊന്നുമില്ല. അവിടെ ഉള്ളതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്കൂട്ടർ എന്ന് പറയുന്നത് എൻമാക്സ് ആണ്. ഞങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ കാർ ഓടിക്കുന്ന ആൾക്കാരും മുന്നേ പോകുന്ന ആൾക്കാരും ഒക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചത്, ഈ കാറുകളെ ഒന്നും ഒരു കാറും ഓവർടേക്ക് ചെയ്യാറില്ല. അതുപോലെ തന്നെ അവർ സ്പീഡ് എടുക്കുന്നത് 40-ലായിരിക്കും. വളരെ സ്ലോയിലായിട്ടാണ് അവർ പോകുന്നത്. ഒരു വണ്ടികളും ഹോൺ അടിക്കാറ് പോലുമില്ല. അവിടെയുള്ള കാർ ഡ്രൈവേഴ്സ് എല്ലാം ഈ ശാന്തശീലരും ദയാലുക്കളുമാകുന്നു.
വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ബാലിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കുക. മൊത്തത്തിൽ ഒരു നേച്ചറായിട്ട് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളൊരു നാടാണ് ഈ ബാലി എന്ന് പറയുന്നത്. ഫൈനലി നമ്മൾ വിസേസ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു, ഉബദ് റിസോർട്ട്. നമ്മൾ ഹോട്ടലിലേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ഞങ്ങളുടെ കാറ് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴായിരുന്നു ഏക്കാച്ചേട്ടൻ നമുക്ക് ഇതിൻ്റെ കഥ പറഞ്ഞു തന്നത്. 2005 ഇവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതിന് ശേഷമാണ് ഈ എല്ലാ ഹോട്ടലും റിസോർട്ടിലും ഒക്കെ ഈ ചെക്കിങ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നത്.
This bag right here is ready like this. This one. The bottom like this already, right? Yeah. Yes, no. And here we have two restaurants also. One of the restaurants is towards the lobby, called Sung Restaurant for breakfast, lunch, and dinner. Open starts from 6:30 in the morning until 11 in the evening. And another restaurant is our Lumbung restaurant with Indonesian food. Open starts from 11 to 11. But unfortunately, today it's already fully booked. So if I need to order any food, I can call the reception and order, or I need to come here and order. You can order it from food as a room dining. Okay. It's 24 hours for the room dining. Okay. And if you want to go to the restaurant, last order is 10:30 p.m. We also have some packets in here. Like This restaurant menu is available in our room. exactly. And the package we have it in here like a bathtub tower, full decoration with a flower, floating breakfast, picnic package, yoga class, and others. If you want to see it, you can go to see it in the menu in the room also. And it's better to book it in advance. We also have some activities in here for you, like cycling, fish feeding, culture activity, and more. If you want to join that, you can check the schedule at the lobby. And the bamboo building over there are our spa and gym. For the spa, it's often start from 9 to 9. If you would like to do treatment, much better for you to book it first. And for the gym, it's often start from 6 in the morning until 9 in the evening. Your room is very close to the lobby. I just give you a short tour. And if you're looking for the souvenir like badge, jewelry, clothes, you can check it out at our boutique. It is open start from 10 in the morning until 5. So here we are, 410. 410. You can get down first. I will park the car. Be careful. I can open it? Yeah, sure, you do. Oh, sorry. Hold on a second, okay? Yeah. Maybe I will explain the facilities first and everything else. Here we take the gas and everything for you. The mini bar and the food. These all are complimentary. Only the big water is charged about it. And if you want us to turn off the fountain sounds for the night, we disturb you can just rest first. You can see the room. ഫുഡ് വന്നിട്ടുണ്ട്. കോക്ടെയിലായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഒരു ഫേമസ് ബിയറാണ് ബിങ്താങ് എന്ന് പറയുന്നത്. അത് വാങ്ങിയിട്ടുണ്ട്. ഇൻഡോനേഷ്യൻ സ്വീറ്റ്, നമ്മുടെ നാട്ടിലെ പഴംപൊരി, അത് വാങ്ങി വിത്ത് ഐസ്ക്രീം. ദെൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, കുറച്ച് ട്രാവലൊക്കെ ചെയ്തതുകൊണ്ടാവും. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് പോർക്കിൻ്റെ റിബ്സാണ്. ഇത് ബർഗർ. ഇത്രയൊക്കെ വാങ്ങി. ഇതിന് നമുക്ക് ടോട്ടലി വില വരുന്നത് 8,83,300 രൂപ മാത്രം. ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ റിസോർട്ടിൻ്റെ ഇൻറ്റീരിയറാണ്. ഞങ്ങൾ വന്ന് കയറുന്ന സ്ഥലം, അതുപോലെ തന്നെ ഹാൾ പോലെ നമുക്ക് ഇരിക്കാനും ഡൈനിങ് ഏരിയ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കാണുന്നത് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ. സൈഡിൽ കോഫി മേക്കറുണ്ട്, മിനറൽ വാട്ടർ ഉണ്ട്, ഗ്ലാസ്, എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പാഡി ഫീൽഡ് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ കൂടി നടക്കുമ്പോഴാണ് മെയിൻ റൂമിലേക്ക്. നേരെ പോകുന്ന സമയത്ത് നമുക്ക് സൈഡിൽ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വന്നതിന് ശേഷം സൈഡിൽ വന്ന് കിടക്കാൻ, നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് പാഡി ഫീൽഡ് വരുന്നത്.
ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇവിടെ ദേശ വിസേസയിൽ നമ്മൾ എടുത്തേക്കുന്നത് 5 സ്റ്റാർ കോട്ടേജ് ആയിരുന്നു. അതുപോലെ ഞങ്ങൾ പ്രൈവറ്റ് പൂള് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇത് റെസ്റ്റ് റൂമിലേക്ക് കയറുന്ന ഡോറ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് ശേഷം നിങ്ങൾ ഫുഡ് കഴിക്കുന്നു, കംപ്ലീറ്റ്ലി റെസ്റ്റ് ചെയ്യുന്നു. ഇനി നാളെ